നാമത്തിൽ വിശേഷാൽ നമുക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷിക്തദാസൻ അനുഗ്രഹിക്കപ്പെട്ട ശ്രീ ഉപാരിക്കുന്ന കർത്താവദാസൻ പ്രിയ ബെൻസൺ പാസ്റ്റർ, മറ്റ് പലയിടങ്ങളിൽ ജോലിച്ചിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവ മക്കൾക്ക് ദിവാസന്മാർക്ക് വിശ്വാസ സ്നേഹം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുകയും പ്രതീക്ഷ ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കുറിപ്പിച്ച കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിൽ ദിനംതോറുമുള്ള ഈ പ്രാർത്ഥന തണൽ എന്നുള്ള കർത്താവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സംരംഭത്തിൽ കർത്താവെ ചില ദിവസങ്ങളായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ പ്രഭാത മധ്യസ്ഥ പ്രാർത്ഥന ഒരുമിച്ച് പലയിടങ്ങളായി ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പ്രാർത്ഥന ദുനിയയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുവരെ ദൈവം പാലിച്ചുകൊണ്ടിരുന്നല്ലോ. ഞങ്ങളുടെ പ്രിയ കർത്താവെ സംഭാഷണയും കർത്താവുമായ ബിസിനസ്സുകളെയും ഒക്കെ കർത്താവെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തി വിധങ്ങളൊക്കെ സ്വന്തം ദിവസങ്ങളൊക്കെ ശരീരമായ വളരെ പ്രയാസ അനുഭവം ഉണ്ടായി, അപകടമൊക്കെ ഉണ്ടായ അനർത്ഥങ്ങൾ പ്രശ്നകാരണമായി തീരാതെ ദൈവങ്ങളുടെ വിശുദാസിനെയും കർത്താവെ കുടുംബമായി പരിപാലിച്ചുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ മറ്റുമായിരുന്നു ദാസിക്ക് വലിയ വിടുതൽ കൊടുത്തല്ലോ എങ്കിലും ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടല്ലോ. പൂർണ്ണമായ സൗഖ്യത്തോടെ ദാസി ആയിരിക്കാൻ ഇടയാക്കുമാറാകണമേ. കർത്താവെ നടക്കുവാനുള്ള ആരോഗ്യം കൊടുക്കണമേ. കിടക്കുന്ന കർത്താവെ കുറവാൻ കിടന്നു പോകാൻ അനുവദിക്കാതെ പൂർണ്ണ സൗഖ്യം ദൈവം നൽകി ദാസിനോട് ചേർന്ന് കർത്താവിന്റെ മൊത്തം ഒരു ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ദാസി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യത്തോടെ അവിടെ നിന്ന് ഏൽപ്പിച്ച് കർത്താവെ അവിടുന്ന് സഹായിക്കും. ശരീരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. കർത്താവ് അങ്ങാണ് സൃഷ്ടാവ്, അങ്ങാണ് ദാസിയുടെ ഉടമസ്ഥ, ദാസിയെ വേലക്കായി തെരഞ്ഞെടുത്ത അങ്ങാണ് പശ. ദാസിനോട് ചേർന്ന് കർത്താവിന്റെ മൊത്തം ഒരു ശുശ്രൂഷ ഇത്രത്തോളം നിൽക്കുവാൻ ക്രമ കൊടുത്തത് പിന്നെ ദൈവമേ അതിനുള്ള അവസരം കൊടുത്ത് അതിനുള്ള അനുകൂല അന്തരീക്ഷം കൊടുത്ത് ദൈവം ദാസിയെ ബലപ്പെടുത്തേണ്ട ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പ്രാർത്ഥനയാലും ഒക്കെ ഇത്രത്തോളം ദൈവത്തെ കരുണയാലും നിങ്ങൾ ആശ്രമുള്ള ദൈവത്തിന്റെ സ്നേഹത്താലും ഒക്കെ ദൈവം കൊടുത്ത വിടുതലും ആരോഗ്യത്തിനും ആയുസ്സും ഉണ്ടായ പ്രയാസങ്ങളൊക്കെ കർത്താവത്തോളം വിടുവിച്ചല്ലോ. പൂർണ്ണ സഖ്യം കൊടുക്കണമേ. ദാസിയും കർത്താവിന്റെ മുഖത്തുമേ ശുശ്രൂഷയിൽ ഒരു വലിയ യുദ്ധങ്ങളായിരിക്കുമ്പോൾ കർത്താവ് പോരാട്ടങ്ങളെ പ്രതിസന്ധികൾ തളർന്നു പോകാതെ കർത്താവിന് വീഴ്ചത്വം മുന്നേറുവാൻ ഈ ആഗോള വ്യാപക പ്രാർത്ഥനാദിനയുടെ പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്ത് കർത്താവിന് മുന്നേറുമ്പോൾ അപ്പച്ച ഒരിക്കലും ക്ഷണിക്കാൻ മുന്നേറുവാൻ പിന്നെ ക്രമ കൊടുക്കണമേ. ശക്തമായ നേതൃത്വത്തിനായി പിന്നെ ബലപ്പെടുത്തണം. എല്ലാ നില ശരീരവും മാനസികവും ആത്മീയവും ഭൗതികമായിട്ട് ആശ്രയി കുടുംബവും ആയിരിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവർ വിദ്യാഭ്യാസം മാനിക്കണം. എല്ലാവരും ദൈവം മാനിച്ചാട്ടെ. ഈ പ്രാർത്ഥന എല്ലാ ചാപ്റ്റേഴ്സിനായി സ്തോത്രം, അതിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം, യോജിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം, പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ നാമത്തിന് മഹത്വം വരട്ടെ. കർത്താവേ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സോടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് നടത്തി ഞങ്ങൾക്ക് നൽകി സഹായിക്കും. ഞങ്ങളുടെ നാമത്തിന് ഒരു മഹത്വം ഉണ്ടാകട്ടെ. സാഹിത്യങ്ങളെ തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ഞങ്ങളുടെ സാന്നിധ്യം പകർന്നാട്ടെ. ക്രിസ്തുവിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്നിക്കണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി കർത്താവ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. പ്രാരംഭമായി നമ്മൾ പ്രൈസ് വർഷിപ്പിന്റെ സമയമാണല്ലോ ഈ സമയം. അതിനായിട്ട് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദാസി സിസ്റ്റർ ഷാജ ജയകുമാർ ബെഹർ എന്നുള്ള കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയെ ആരാധന നയിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആരാധിക്കാൻ. നമ്മൾ ഒരുപക്ഷെ മ്യൂട്ടായിട്ടിരിക്കുമ്പോൾ തന്നെ ദൈവദാസിയോട് ചേർന്ന് നമുക്ക് പങ്കെടുക്കാൻ തുടർന്നുള്ള സമയം കർത്തദാസി 10 മിനിറ്റ് ആരാധന നമ്മളെ സഹായിക്കുക. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ഷാജ സിസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. ഈ ഒരു പ്രഭാതത്തില് നമുക്ക് വർഷിപ്പ് ചെയ്യാൻ ദൈവം തന്ന കൃപയ്ക്കായി അതിനെ സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എന്റെ സൗണ്ട് സുഖമില്ലാതിരിക്കുകയാണ്, മൂക്കടപ്പും ചുമയെല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും കുറവുകളൊന്നല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ദൈവനാമത്തിന് ക്ഷമ ചോദിക്കുന്ന പോലെ ദേവദാസൻ പാസ്റ്റർ ബെൻസൺ പാസ്റ്റർ സിസ്റ്റർ ബിന്ദു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങൾ പൂർണ്ണമായ സൗഖ്യത്തോടെ തന്റെ ദാസിയും നമ്മോടൊപ്പം ചേരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യട്ടെ. അല്പസമയം ദൈവപാദപ്പെടുത്തിയിട്ടിരിക്കാം. ഞാന് ഒരു പാട്ട്, എനിക്ക് പ്രഭാത പാട്ടൊന്നും അറിയില്ലെങ്കിലും ഞാൻ എടുത്തു. അത് തന്നെ അതിരാവിലെ തിരുസന്നിധി അണയുമ്പോൾ എന്ന ഒരു പാട്ട് നമുക്ക് ആദ്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശു പരനേ. എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ. അവയെ നിന്നെ പരിപാലിച്ച
കൃപയ്ക്കായി സ്തുതി നിനക്ക്. നെടുവീർപ്പിട്ടു കരഞ്ഞിടുന്നു പലമർത്തിരി സമയേ. അടിയനുള്ളിൽ കുതുകം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരി സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. കിടക്കയിൽ വച്ചരിയാം സാത്താനടുക്കാതിരിപ്പതിനൻ. അടുക്കൽ കവലണച്ച കൃപയനൽപം യേശുപരനേ. ഉറക്കത്തിനു സുഖവും തന്നൻ അരികെ നിന്നു കൃപയാൽ. ഉറങ്ങാതെന്നെ സുഖമായി കാത്ത തിരുമേനിക്കു മഹത്വം. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരി സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. അരുണൻ ഉദിച്ചുയർന്നീക്ഷിതി തുതിയാൽ വിളങ്ങിടുമ്പോൾ. പരനേ എന്റെ അകമേ വെളിവരുൾക തിരുകൃപയാൽ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരി സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. എവിടെല്ലാം ഈ ദിശയിൽ മെതി നടന്നിട്ടുണ്ടു പരനേ. അവയിൽ എന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. കയിട്ട ചരയാം സാത്താനടുക്കാതിരുപ്പതിനൻ. അടുക്കൽ കവലണച്ച കൃപയനൽപം യേശുപരനേ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരി സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. ഉറക്കത്തിനു സുഖവും തന്നൻ അരികെ നിന്നു കൃപയാൽ. ഉറങ്ങാതെന്നെ കൃപയ്ക്കായി സ്തുതി നിനക്ക്. അരുണൻ ഉദിച്ചുയർന്നീക്ഷിതി തുതിയ വിളങ്ങിടുമ്പോൾ. പരനേ എന്റെ അകമേ വെളിവരുൾക തിരുകൃപയാൽ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരി സമയേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. അതുരാധുന ജുഡശാധുന മധുരാരിബനേ. വിഖലാധുര ജുഡശന്ദര ജുഡമാരിധരിധനേ. അനാധുര ജുഡശന്ദര വികരാമശധുനിധേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പാട്ട് കൂടി പാടി കേൾക്കാം. മനോഹരം യാഗേ നിന്റെ ആലയം. എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഗേ നിന്റെ ആലയം. എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേയൻ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേയൻ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം എന്റെ യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും
ചെറുകുരികിലിനും ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും. ചെറുകുരികിലിനും രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ആമേൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. അമനോഹരം യാഗേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. അമനോഹരം നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദേവശാധാന രിവാരിവാനേ ഹദുരാനാനേ ജുഡശന്തരിധാരേ രിവശാധുരാധരേ രിഗസന്തരിധാരിവാനേ ജുഡശന്തരിധാരേ ജുഡരിവാരാനാരിവാനേ രിഗരമശവാനേ ഹദുരാജാല ജുഡബേ രിദല്ലമശന്ദരേ അസ്തരിധാരി മാരഗനാരഗ ഖനാദി ബലരവ ശബ്ദ ഖനാദി ബലവല മൗല ഖനാദി ബലവല മൗഡേ ഖനാദി ബലവല ശബല ബലവല ജീവാര ബല മൗഡേ രിഗൽ ഖനാദി അസ്തരി ജുഡ ബലവല. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അവേ നന്ദിയപ്പ നന്ദിയപ്പ നന്ദിയപ്പ. ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. അല്പസമയം വർഷിപ്പ് ചെയ്യുവാനുള്ള ഒരു അവസരം നൽകിയതിന് എല്ലാ മക്കളോട് ദേവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ, ആരാധന നയിക്കുവാൻ കർത്തദാസിയെ ദൈവം ഇടയാക്കിയല്ലോ. പ്രിയ സിസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദാസി കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിനായ ശക്തിയോടെ പിന്നെ നിലകൊള്ളുവാൻ അനുഗ്രഹമായി തിരുവാൻ തക്കോണം പ്രിയ കർത്തദാസിയെ സിസ്റ്ററെ ദൈവം ധാരാളമായിട്ട്, യെസ് ഷാജ സിസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. രാവിലെ നന്മകളെ ഓർത്ത് പാടി സ്തുതിക്കുവാൻ, ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവമായിരിക്കാൻ അവിടുത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവിനെ സ്തോത്രം. രാവിലെ തിരുസന്നിധിയിൽ ഇന്നൊരു സമയം ഹല്ലേലൂയ പാട്ടുകളൊക്കെ നമുക്ക് മാറിപ്പോയിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന പിന്നെ അടുത്ത സമയം നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രയറുള്ള സമയം, മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സമയമാണ്. ഒരു കൂടെ എല്ലാവർക്കും അതിനെ അറിയിക്കുന്നു. ഇപ്പോൾ അത് നയിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ ജിജി ബിജിയെ ക്ഷണിക്കുകയാണ് മധ്യസ്ഥ നയിക്കുവാനായി. പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏകമനസ്സോടെ വിശ്വാസത്തോടെ കർത്താവ് ദാസി പറയുന്ന വിഷയത്തിൽ നമ്മൾ ഒരുമനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അധികം നീണ്ടുപോകാതെ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാമല്ലോ. അതുകൊണ്ട് സമയപരിധിക്കുള്ളിൽ പറയുമ്പോൾ തന്നെ അധികം നീണ്ടുപോകാതെ എന്നാൽ
പ്രാർത്ഥന വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താദാസി അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താദാസി അതിനെ ക്ഷണിക്കാൻ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലായി തീരുവാൻ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കിയതോർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിരാവിലെ തിരുസന്നിധിയിലാണ് ഇനി വരുവാന് അപ്പന്റെ പാദപിടുത്തെങ്കിലായി പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ സമയം. ഹല്ലേലൂയ. ലോകത്തിലേത് സമയത്തെക്കാളും ശ്രേഷ്ഠമാകിയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കാലം ഹല്ലേലൂയ നാം ഉറങ്ങുന്നത് വരെയും നാം അപേക്ഷിച്ച സകല വിഷയങ്ങളുടെ മേലും ഹല്ലേലൂയ പരിഹാരം അയച്ച് നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകളെയും ഓർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രി കാലം ഹല്ലേലൂയ നമ്മളെ സുഖമായി ഉറങ്ങാതെ നമ്മെ കാത്തൊരു ദൈവമുണ്ട്. അറിയാം, സാത്താൻ ദൃഷ്ടി വെച്ച സ്ഥാനത്ത് ഹല്ലേലൂയ അവൻ നമ്മെ ദൃഷ്ടി വെച്ച് നോക്കിയിരുന്ന് ഹല്ലേലൂയ ജീവനുള്ളവരുടെ ദേശത്ത് പിന്നെയും കാത്തു പരിപാലിച്ചതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇന്നലെ വരെയുള്ള സകല വിഷയങ്ങൾക്കും സ്വർഗം പരിഹാരം അയച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച സകല വിഷയവും സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട ദൈവമാകും നമുക്കുള്ളത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പഴയ വിഷയങ്ങളല്ല, ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും പുതിയ വിഷയങ്ങൾ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാവുന്ന സമയമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങള് ദൈവസനെ ഷെയർ ചെയ്യാൻ നമ്മൾക്കത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പറഞ്ഞാട്ടെ പ്ലീസ്. പ്രൈസ് ദി ലോർഡ് ആന്റി. ഞങ്ങളുടെ ചർച്ചിലെ ഒരു മോന്റെ റോബിൻ എന്ന് പറയും, മോന്റെ ഓപ്പറേഷൻ ആണേ, പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. ഓക്കെ, വേറെ ആരെങ്കിലും? എൻ്റെ മകള് ഷേബ, ഇവിടെ പിന്നെ 5 മാസം പ്രഗ്നന്റ് ആണ്. അവൾക്ക് ഭയങ്കര വീസിങ്ങും ചുമയും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പ്രത്യേകമായി പ്രാർത്ഥന ചോദിക്കുന്നു. ഓക്കെ ആന്റി. ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടീന ജോബിൻ ഇന്ന് 7 ഇത് തുടങ്ങിയായിരുന്നു. 7 ഇത് കഴിഞ്ഞു, ഡയാലിസിസ് കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് ക്രിയാറ്റിന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞെന്ന് കേൾക്കാൻ വേണ്ടി മക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. ടീന ജോബിൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, താങ്ക് യു ആന്റി. നമ്മൾക്ക് ഈ 3 വിഷയങ്ങൾ ദിവസങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആൻസി സിസ്റ്റർ പറഞ്ഞ റോബിൻ എന്ന പൈതലിന്റെ ഓപ്പറേഷൻ ആകുന്നെന്ന് കർത്താവ് വലിയ ചെയ്യുവാന്, യഹോവയുടെ കരം അവിടെ ചലിക്കുവാന്, മാനുഷികമായ കരങ്ങളല്ല ദൈവത്തിന്റെ കരം വാസ്തവമായി അവിടെ ചലിക്കപ്പെടുവാന് നമുക്ക് ദൈവസനില പ്രിയപൈതനെ ഏൽപ്പിച്ചെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സാറമ്മ ജോയാൻ പറഞ്ഞ പോലെ ഷെബ എന്ന് പറയുന്ന സഹോദരിയുടെ ബീസിങ്ങും ചുമയുമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. സഹോദരി പ്രഗ്നന്റുമാകുന്നു. ഒരു ദൈവിക സമാധാനം, ദൈവിക വിടുതൽ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം സ്വർഗം കൽപ്പിക്കേണ്ടതിന് പ്രിയ സഹോദരിയെ ഏൽപ്പിക്കാം. തക്ക സമയത്ത് വിടുവിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയ ഷെബായെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ടീന ജോബിൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി തൻ്റെ 7 ഡയാലിസിസും കഴിഞ്ഞു. ഇന്ന് ക്രിയാറ്റിന്റെ ലെവൽ ചെക്ക് ചെയ്യുവാനായുണ്ട്. ഇന്ന് പകൽക്കാലം സ്വർഗം വലിയവ ചെയ്യണം. ആ ക്രിയാറ്റിന്റെ ലെവലൊക്കെ നോർമലായെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരിയുടെ മേൽ വ്യാപരിക്കേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഈ 3 വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോട് ആസ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ എൻ്റെ കർത്താവ് ഞങ്ങളെ പദ്ധതിയോടും സുഖത്തോടും കാത്തു പരിപാലിച്ചു. സുഖകരമായ ഉറക്കിയൊരു പ്രഭാതവും കൂടെ കാണുവാനും അങ്ങനെയൊന്ന് സ്തുതിപ്പാനും ബോധ്യപ്പെടുത്തുവാനും ജീവനുള്ളവർ സ്ഥിതിയുള്ള ദേഹികളായി ഞങ്ങളെ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവെ. നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിനും കർത്താവ് ജയം തരുന്ന ദൈവമാകയാൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ റോബിന്റെ ഓപ്പറേഷനുള്ള കർത്താവേ എന്ന് ദൈവമേ നീ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ ഇറങ്ങി വന്ന് ദൈവമേ ആ ഓപ്പറേഷൻ സക്സസ് ആയി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യാതൊരു പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ അവിടെ ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നല്ല ഓപ്പറേഷൻ സക്സസ് ആയി എന്ന് സന്തോഷ വാർത്ത കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതുപോലെ സാറാമ്മ ജോയി സിസ്റ്റർ പറഞ്ഞത് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷേബയുടെ വിഷയം കർത്താവേ നീ അറിയുന്നല്ലോ, നീ അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ലല്ലോ കർത്താവേ. പ്രഗ്നന്റ് ആയിരിക്കുന്നല്ലോ ദൈവമേ, ആ പ്രിയമ്മക്ക് സൗഖ്യം കൊടുക്കണമേ. തക്ക സമയത്തൊരു അത്ഭുത വിടുതൽ കാണുവാൻ കർത്താവ് സഹായിക്കണമേ. നിന്റെ കരം തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പൂർണ്ണമായി അവരെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. പ്രിയോമന സിസ്റ്റർ പരമായ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിയ ടീന ജോർജിന്റെ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കർത്താവെ ഡയാലിസിസ് ഒക്കെയും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ദൈവമേ നിന്റെ കരം പ്രവർത്തിക്കണമേ. ക്രിയാറ്റിന്റെ ലെവൽ നോർമലായി തീരുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരുവാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രിയ സഹോദരിക്ക് നിന്റെ കാനുപ്പുറത്തുള്ള കാരം തൊട്ട് സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നീ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലല്ലോ, നീ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ കർത്താവ്. നിന്റെ കരം പ്രവർത്തിക്കണമേ. കരിനാളിലൊക്കെ ഞങ്ങളുടെ അപേക്ഷകളൊക്കെ നീ കേട്ട ദൈവമാണെങ്കിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ നിന്റെ സന്നദ്ധയിൽ ജാഗരിക്കുന്നു. നീ അപേക്ഷയും യാതനയും കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുത വിടുതൽ കാണുവാൻ കർത്താവ് ഈ ദിവസങ്ങൾ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 വിഷയത്തിന്മേലും കർത്താവ് അത്ഭുത കരം നീട്ടിയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെ 3 പേരെയും വിടുവിക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പ്ലീസ് പറയാം. എന്റെ മോൻ ഇന്ന് ഇപ്പൊ യാത്രയിലാണ്. അപ്പൊ മോന്റെ യാത്രയോർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ മോൾക്കൊരു ജോബ് ആവശ്യമാണ്, അത്യാവശ്യം വർഷങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. വേറെ ആരെങ്കിലും? പ്രൈസ് ലോർഡ്. എൻ്റെ മോള് BSc നേഴ്സിംഗ് കഴിഞ്ഞ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. മോക്ക് വിദേശത്തേക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയും വാതിലും ദൈവം തുറക്കുന്നതിനായിട്ട് ദൈവജനം പ്രാർത്ഥിക്കണമേ. അതുപോലെ മോൻ്റെ +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിന് വേണ്ടി ദയവായി പ്രാർത്ഥിച്ചാലും. ഓക്കെ അങ്കിൾ. ഓക്കെ, നമുക്ക് ഈ മോളുടെ പേര് ജിൻസി ജെയിംസ്. ഓക്കെ, നമ്മൾക്ക് ഈ 3 വിഷയങ്ങളും ദിവസങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയോമന ആന്റി പറഞ്ഞതുപോലെ തന്റെ മകൻ ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന ദൈവീയ സമാധാനം ദൈവകൃപ കൂടെ ഉണ്ടാകേണ്ടതിന് പ്രിയവചന ദിവസങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് തന്നെ നായകനും നടത്തിപ്പുകാരനുമായി കൂടെ ഇരിപ്പാന് തക്ക സമയത്ത് തക്ക സ്ഥലത്തെത്തിച്ചേരേണ്ടത് ദൈവകൃപ. ഹല്ലേലൂയ. തന്റെ യാത്രയിൽ ഉണ്ടാകേണ്ടത് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സജാൻറ്റി പറഞ്ഞ പോലെ തൻ്റെ മകൾക്കൊരു ജോലിയുടെ ആവശ്യത്തിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ഇന്നും ഉണ്മയിൽ ജീവിക്കുന്നതിനാല് നമ്മുടെ കർത്താവിൻ്റെ സ്ഥലം നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളെ വിശ്വസ്തൻ വാക്കുമാറാത്ത നല്ല ദൈവം ഇന്നും നമ്മൾക്ക് വേണ്ടി ഉണ്മയിൽ ജീവിക്കുന്നവനാകിയാല് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം ദൈവസ്ഥനയിൽ ഉള്ളതിനാല് ആ പ്രിയ സഹോദരി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു ജോലി ലഭിക്കേണ്ടതിന്
ഹല്ലേലൂയ. സ്വർഗമിടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജിൻസിയെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. പൈതലിന് തക്ക സമയത്ത് ഒരു ദൈവിക ഹല്ലേലൂയ, ദൈവികമായൊരു നടത്തിപ്പ്, ദൈവികമായൊരു ഹല്ലേലൂയ ജോലി ലഭിപ്പാന് തനിക്ക് താൻ ആഗ്രഹിക്കുന്നത് പോലെ വിദേശത്തേക്ക് കടന്നു പോകുവാൻ താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് വഴിയും വാതിലും തുറക്കേണ്ടതിനായി ആ പൈതലിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. +2 എക്സാം എഴുതുന്ന സകല പൈതങ്ങളെയും നമ്മൾ കേൾപ്പിക്കാം. പ്രത്യേക ഹല്ലേലൂയ ജെയിംസ് ബ്രദറിന്റെ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനം ഹല്ലേലൂയ പൈതലിന്റെ മേൽ വ്യാപരിക്കേണ്ടതിന് നമ്മളുടെ എക്സാം എഴുതുന്ന +2, 10th ചിൽഡ്രൻസിനെ എല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ പഠിച്ചതൊക്കെ നന്നായി എഴുതുവാന്, സ്വർഗീയ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും നിറഞ്ഞവരായി തീരുവാന്, ഹല്ലേലൂയ സ്വർഗീയന്റെ നടത്തിപ്പും കാവലും അനുഭവിച്ചറിവാനിടയാകേണ്ടതിന് നമ്മുടെ പൈതങ്ങളെ, എക്സാം എഴുതുന്ന പൈതങ്ങളെ മുറ്റുമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ 4 വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ ദാസന് വിഷയമായി കടന്നു വരുന്ന കർത്താവേ, ദൈവമായ കർത്താവേ സ്തോത്രം. ഞാൻ പറഞ്ഞ ഹല്ലേലൂയ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നുള്ള കർത്താവേ, യാത്രയിൽ എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കർത്താവ് എത്തേണ്ട സ്ഥാനത്ത് എത്തുകൊണ്ടൊക്കെ ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ ഹല്ലേലൂയ കർത്താവേ, സഹായം ഉണ്ടാകേണ്ടതിനായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാവിധமான ആപത്തുകളെല്ലാം കർത്താവ് വിടുവിച്ച് ദൈവം സംരക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നതായ കർത്താവേ, ഷജാന്റെ പറഞ്ഞ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നല്ലോ കർത്താവേ. ജോലിയില്ലാതിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജോലി നൽകി സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യഹോവയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ജോലിയില്ലാതിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവേ ഷജാൻ പറഞ്ഞ കുഞ്ഞുമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നൽകി സഹായിക്കണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ജെയിംസ് പറഞ്ഞ മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ കർത്താവേ. നന്നായി പഠിച്ചിട്ടുണ്ട്. പരീക്ഷ സമയത്ത് യാതൊരു പ്രയാസഭാരം ഉണ്ടാകാതെ കർത്താവ്, രോഗമോ ദുഃഖമൊന്നും ഉണ്ടാകാതെ കർത്താവ് ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടെ പഠിക്കുവാനും എഴുതുവാനും കുഞ്ഞിനെ സഹായിക്കണം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു ടെൻഷൻ ഉണ്ടാകാതെ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, BSc നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നുള്ള കർത്താവ് വഴിയും വാലും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം വഴിയും വാലും തുറക്കണമേ. തക്ക സംബന്ധം കടന്നുപോകാൻ സാമ്പത്തികമായി എല്ലാ നിലയിലും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരവരണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പറയാം. മാത്യു, വിദേശത്ത് ഭയങ്കര ചൂടാണ്. ഒരു മഴ പെയ്യാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം. തുടർന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് സൈക്ലോണിന്റെ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അവരെ കാലാവസ്ഥ അനുകൂലമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. എവിടെയുണ്ട് ഈ ചൂട്? നാട്ടിലാ? നാട്ടില്, കേരളത്തില്. പിന്നെ ഓസ്ട്രേലിയയിലെ മക്കള് താമസിക്കുന്നിടത്ത് സൈക്ലോൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ആ കാലാവസ്ഥക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. പിന്നെ ഞങ്ങളെ മുറ്റത്തിന്റെ പണി ചെയ്തു തരാൻ വേണ്ടി ദൈവമക്കൾ പിന്നെ തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആന്റി, ഞാൻ ഞങ്ങളുടെ ചർച്ചിന്റെ പണി നാളെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. തറക്കല്ലിട്ട് നാളെയാണ് അതിന്റെ ആരംഭം. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണേ. ദൈവം സാമ്പത്തികമായ വഴികളൊക്കെ ഒരുക്കി തരാൻ വേണ്ടി. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾക്ക് ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദിവസം പ്രാർത്ഥിക്കാം. മേരി ആന്റി പറഞ്ഞതുപോലെ
ആരെങ്കിലും? ഓക്കെ, മേരി ആന്റി പറഞ്ഞതുപോലെ കേരളത്തില് വളരെ ചൂടിനാൽ ഭാരപ്പെടുന്നു. കർത്താവ് അവിടെ പ്രവർത്തിക്കേണ്ടതിന് സകലത്തെയും പ്രകൃതി അനുകൂലമാക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാകിയാല് ഹല്ലേലൂയ. ഒന്നുമില്ലാമെന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കേരളത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ സമാധാനം ഹല്ലേലൂയ അവിടെ വ്യാപരിക്കേണ്ടതിന്, അവിടെ അനുകൂലമായ ജനങ്ങൾക്ക് താമസിക്കുവാൻ പറ്റിയതായ കാലാവസ്ഥ രൂപാന്തരപ്പെടേണ്ടതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഓസ്ട്രേലിയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സൈക്ലോണിന്റെ ഭാരത്താലായിരിക്കുന്നു ജനങ്ങൾ വിടുവിക്കപ്പെടണം. ജനത്തിന്റെ മേൽ ദൈവകരം വ്യാപരിക്കണം. കർത്താവ് സ്ഥലവും ഞങ്ങൾക്കായി ചെയ്തെന്ന് പറയാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് ഇടയാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ആൻസി സിസ്റ്റർ പറഞ്ഞതുപോലെ അവരുടെ ചർച്ചിന്റെ പണി ആരംഭിക്കുന്നു. ദൈവിക കരുതല് കാണുവാന് ഹല്ലേലൂയ സാമ്പത്തികമായി സ്വർഗം വലിയ ചെയ്യേണ്ടതിന്, ജീവിതങ്ങളെ ഒരുക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ ചർച്ചിന്റെ പണി ഭംഗിയായി പൂർത്തീകരിക്കപ്പെടുവാന്, യഹോവയുടെ നാമം ഉയർത്തപ്പെടുവാന്, ഹല്ലേലൂയ ദേശത്തിന് സാക്ഷ്യമായി തീരുവാന് ഇടയാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ നമ്മുടെ പൈതങ്ങളുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ പരമാർത്ഥികളുമായി ദൈവസന്നി വിശുദ്ധിയിൽ ഓട്ടമോടുന്നവരായി തീരുവാന് നമ്മുടെ തലമുറകൾ സ്വർഗം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളൊക്കെ ഹല്ലേലൂയ അവർ ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളിലാകും നമ്മുടെ തലമുറകൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ പൂർണ്ണമായ ഒരു ദൈവിക ആലോചന ഏറ്റെടുത്ത് ഹല്ലേലൂയ പൂർണ്ണമായ ആത്മാവിന്റെ പരിവർത്തനം അവരുടെ ജീവിതത്തില് പ്രാപിച്ചവരായി തീരുവാന് ഹല്ലേലൂയ ദൈവം ഇടയാക്കേണ്ടതിനായി നമ്മുടെ തലമുറകളെ മുറ്റുമായി ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ തലമുറകൾ ഇല്ലാതെയായാല് നമ്മൾ വഹിക്കുന്ന സാക്ഷ്യത്തിന് സാരഥികളായി തീരുവാന് ഹല്ലേലൂയ മറ്റാരുമില്ലാതെയായി തീരും. ഹല്ലേലൂയ. അതിനാൽ നമ്മൾ എടുത്തതായ ഈ പുസ്തകം വഹിപ്പാന് നമ്മുടെ തലമുറകളും യോഗ്യരായി തീരുവാന് നമ്മുടെ കർത്താവിനോട് നാളുകൾ നമ്മൾ മുട്ടിപ്പായി അപേക്ഷിച്ചേ മതിയാകെയുള്ളൂ. നമ്മുടെ സകല തലമുറകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ 3 വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. സ്വാതന്ത്ര്യം വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി കാലടിയങ്ങളെ ഭദ്രമായി കാത്തു സൂക്ഷിച്ചു സുഖകരമായ ഉറക്കത്തെ തന്നതിനായി സ്തോത്രം. വീണ്ടും കർത്താവെ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം കൂടെ ദാനം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, പറഞ്ഞതായ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണേ. ഞങ്ങളെ കേരളത്തിലൊരു മഴ നൽകണേ കർത്താവേ. എന്റെ ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ചൂടിന്റെ ആധിക്യത്താല് കർത്താവെ വളരെയേറെ ഭാരപ്പെടുന്നു. ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവെ. കർത്താവെ ഭവനത്തിന്റെ പണിയൊക്കെയും മുറ്റത്തിന്റെ പണിയൊക്കെയും നടക്കുന്നു. ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണേ. എത്രയും പെട്ടെന്ന് പണിയൊക്കെ തീർക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകണേ കർത്താവെ. പണിക്കാരോട് കൂടെ ഇരിക്കണേ. അനുസരിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ആലയത്തിന്റെ പണിയൊക്കെ കല്ലിടീച്ചിലാണല്ലോ. ആ പണിയൊക്കെയും കർത്താവെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. തക്ക സമയത്ത് കർത്താവെ മനോഹരമായ ഒരാലയം അവിടുന്ന് നൽകി മാനിക്കണമേ, സഹായിക്കണേ. ആരാധിപ്പാന് കർത്താവെ അനേക ജനത്തെ അവിടുന്ന് വിളിച്ചു വേർതിരിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടേതായ കർത്താവെ തലമുറകളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്നും നശിച്ചു പോകാതെ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കാനുള്ള കൃപ നൽകണേ. ഭക്ഷണത്തെന്ന് പറഞ്ഞ ലോകത്തെ കർത്താവേ പരമാർത്ഥ ഹൃദയത്തോടെ അതിൻ്റെ വേല ചെയ്യുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് ഒരുക്കണമേ. സത്യത്തിൽ നടക്കുന്നതിലുപരിയായി ഒന്നുമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ എല്ലാം അനുഗ്രഹിക്കണേ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കണേ.
വിനയം താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. സലേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് പകൽക്കാലം വലിയ വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടോ? എൻ്റെ പേര് സജിനെ. നമ്മളിപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കണം. മുഖ്യമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അച്ഛനെയും അശ്വതിയെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. ഓക്കെ, നമുക്ക് പ്രിയ ബെൻസൺ പാസ്റ്റർ കുടുംബമായ ദേവസ്ഥാനിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ബിന്ദുവിനെ ദേവസ്ഥാനിൽ ഏൽപ്പിക്കാം. ഞാൻ വീഴ്വാൻ തക്കോണം ദുഷ്ടനായവൻ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല എന്ന് പറവാൻ തക്കോണം. പ്രിയപ്പെട്ടവരെ, സ്വർഗം കുടുംബമായി ഇടയാക്കിയതോർത്തിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൽക്കാലം സഹോദരിയുടെ മേലെ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സൗഖ്യമാക്കി വിടുവിക്കുന്ന യഹോവയുടെ കരത്തിന്റെ വലഭത്വം ഹല്ലേലൂയ നമ്മളുടെ ഉച്ചമുരുള്ളം കാൽ വരെ ചലിക്കപ്പെടേണ്ടതിന് സകല നാടി നരമ്പുകളെ അസ്ഥിമച്ച ഹല്ലേലൂയ അവളുടെ ജീവിതത്തെ മുറ്റുമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി വലിയ ചെയ്തു. റബ്ബാലഭാരവോടെ വച്ചി യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നമ്മളുടെ മേൽ ഹല്ലേലൂയ സ്വർഗം പൂർണ്ണ സൗഖ്യം കൽപ്പിച്ചേ മതിയാകുള്ളൂ. ദൈവസനി വിശ്വസ്തയോട് പിന്നെയും ഓടുവാനുള്ള ദൈവകൃപ ഈ നാളുകൾ ഉയർത്തിസ്ഥാനമായി മതിയാകുള്ളൂ. നമുക്ക് ദൈവസനിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവൾ ചെക്കപ്പിനായി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സകലോ ഹല്ലേലൂയ നോർമലായി എന്ന് പറവാൻ തക്കവണ്ണോ ഓ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടെ വ്യാപരിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ആണിപ്പാടേറ്റ പൊന്നുകാരോ ഇന്നും ചലിക്കുവാൻ മതിയായതാകിയാല്, ഇന്നും ഞങ്ങളെ വിടുവിക്കുന്നതാകിയാല് ശിവന്റെ അധികാരമുള്ള നാമത്തില് പ്രിയപൈതലിനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ ദൈവ പ്രവർത്തി നമ്മൾക്ക് വേണ്ടി വ്യാപരിപ്പാന് ശരീരത്തിന്റെ സകല നോമ്പരങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നീങ്ങിപ്പോകുവാന് മെഡിസിൻ അല്ല. ഹല്ലേലൂയ. മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും കർത്താവാകുന്നതിന്റെ മേലെ പ്രവർത്തിക്കുന്നത് ആ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവമക്കളെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ദേവസനിൽ ഏൽപ്പിക്കാൻ തന്റെ കൈയുടെ ഫിംഗർ സ്പ്ലിന്റ് ഒക്കെയും റിമൂവ് ചെയ്യുവാനിടയായി ഇനി ആ വിരൽ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോട് ചലിപ്പാൻ, അതിന്റെ വേദനയൊക്കെയും മാറുവാന്, കൈപൂർണമായി മടക്കുന്ന അവസ്ഥയിലേക്കായി തീരുവാന് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗം വിടുവിക്കേണ്ടതിന് നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാധ്വനി ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ചാപ്റ്റേഴ്സിനെ ഒക്കെ ഈ സംരംഭത്തെ നടത്തുവാൻ ആവശ്യമാർന്ന ദൈവകൃപ പിന്നെയും കുടുംബമായി അവരുടെ മേൽ പകരപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തലമുറകളെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ദുഷ്ടൻ ദൃഷ്ടി വെക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കേണ്ടതിന് കുടുംബമായി പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഹല്ലേലൂയ ബെൻസൺ പാസ്റ്ററിനായി, ബിന്ദുനായി, തലമുറകൾക്കായി ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന ഈ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ ഹല്ലേലൂയ പ്രവർത്തനങ്ങൾക്കായും ഒരാൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. സ്നേഹനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പാ. കർത്താവേ, പറയപ്പെട്ട വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനി എന്ന കൂട്ടായ്മ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേകരുടെ ഭാരമേറിയ വിഷയങ്ങളുമായി കർത്താവേ അപ്പാ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഈ കൂട്ടത്തെ ദൈവോടൊന്ന് ഓർക്കണമേ, ഇതിനെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിവിധ കർത്താവേ ടൈം സോണുകളിലായി നടക്കുന്ന ഈ പ്രയർ അനുഗ്രഹിക്കപ്പെടണം. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതിന് പ്രത്യേക കർത്താവേ ദർശനം കൊടുത്ത പ്രത്യേകமான കാഴ്ചപ്പാടോടുകൂടെ കർത്താവിന് ദാസൻ സംഭാഷണം ആൻറ്റിയും അതിന് കർത്താവെ ചുമല കൊടുത്ത് നിൽക്കുമ്പോൾ അവർ കൊടുക്കേണ്ട വില വലിയതാണ്. കർത്താവെ ദിവസങ്ങളിൽ അവർ കടന്നു പോകുന്ന തേച്ചുള്ളയുടെ അനുഭവങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതലും ആശ്വാസവും സ്വർഗത്തിലെ അപ്പച്ചനോട് കൽപ്പിക്കുമാറാകണമെന്ന് ഞങ്ങളൊക്കെയോട് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ ആമേ സ്തോത്ര. ദേവദാസിനെ ദൈവ സൗഖ്യമാക്കണം. വിരളുകളുടെ പ്രയാസങ്ങളോടൊന്ന് മാറ്റണമേ. അത് പിന്നീട് വരുന്ന നാളുകളിൽ അത് ഭാരമായി തീരാ
കൂടാതെ ഈ നാളുകളിൽ തന്നെ കർത്താവെ അതിന്മേലൊരു വിടുതൽ ദൈവം അയക്കുമാറാകണമേ. അപ്പാ ഹല്ലേലൂയ. വിരലുകൾക്ക് എന്ത് സംഭവിച്ചെന്ന് കർത്താവിന് അറിയാമല്ലോ അപ്പാ. ദൈവമേ, മറ്റ് പ്രയാസങ്ങളൊന്നും കൂടാതെ അത് നൂറുക്കുവാനും മടക്കുവാനും ചലിക്കുവാനും എല്ലാം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ നിന്റെ ദാസനെ മാനിക്കണം, ശുശ്രൂഷയെ മാനിക്കണം ശക്തമായി കർത്താവെ. ദാനിയേലിനെ പോലെ കർത്താവെ സ്തോത്ര യോസഫിനെ പോലെ തന്നെ ആക്കിയിരിക്കുന്ന മേഖലയിലെല്ലാം വിശ്വസ്തനായി കർത്താവിന് വേല ചെയ്യുവാൻ ഇന്ന് വരെ നിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. പിന്നെയും കർത്താവ് മാനിക്കണമേ കർത്താവെ. സ്തോത്രം. ഈ കഷ്ടതയുടെ നടുവിലും അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ സ്തോത്ര ഹല്ലേലൂയ അങ്ങയോട് നിലവിളിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം മറുപടി കൊടുക്കുമാറാകണം. ആൻറ്റിക്കായി സ്തോത്രം അപ്പാ. കഷ്ടതയുടെ കഠിനമാകുന്ന തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോഴും ദൈവം തന്നെ മാനിച്ച് ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം നീ ബലപ്പെടുത്തിയല്ലോ കർത്താവെ. എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് ബലത്തോടെ നടക്കുവാൻ, ആ കാല് തറയിലൊന്ന് കുത്തുവാനൊക്കെ ദൈവം സഹായിക്കണമേ. തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നടക്കുവാൻ ഈ ദിവസങ്ങളിൽ തന്നെ എൻ്റെ അപ്പച്ചൻ അക്കാരമൊന്ന് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. ആ പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവെ. ഹല്ലേലൂയ. ആമേ സ്തോത്ര. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മുടൻ തന്നെ കർത്താവെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച് അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചതുപോലെ എൻ്റെ ദാസി കാലൂന്നി നിന്ന് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ സ്വർഗം മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേ ശുശ്രൂഷയ്ക്കെതിരായുള്ള എല്ലാ പോരുകളെയും ഇവിടുന്ന് അഴിക്കണമേ. ദേശത്തെ എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ സ്വർഗം അവിടെ അഴിച്ച് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സ്വാതന്ത്ര്യം കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ നോർത്ത് ഇന്ത്യയുടെ മണി കർത്താവിന് വേണ്ടി ശക്തമായി പോരാടുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. നാളെ ആമേ സ്തോത്രം 17-ാം തീയതി കർത്താവെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ആമേ സ്റ്റിച്ച് എടുക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. അതെടുക്കുമ്പോൾ മറ്റ് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന. എല്ലാ മുറിവുകളും ഉണങ്ങണം, അകത്തും പുറത്തും കർത്താവെ ഉണക്കമുണ്ടാകണം. ആഴത്തിലുള്ള മുറിവുകളാണ്, അതിന് ആഴത്തിൽ നിന്നുള്ള സൗഖ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. വരുന്ന നാളുകളിലും ആ കാല് മുഖാന്തരം തനിക്കൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന. ജന്മനായ സ്തോത്രം. കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. എക്സാമിലെല്ലാം ദൈവകൃപ കൂടരുത്, നല്ലൊരു വിജയം കൊടുക്കണമേ. ദൈവവചനം പഠിക്കുന്നല്ലോ കർത്താവെ. ആമേ ക്രിസ്തേശുവിനെ നല്ല പഠനമായി തീരുവാൻ കർത്താവിന് വേണ്ടി തൻ്റെ പിതാവിനോട് ചേർന്ന് അപ്പൻ്റെ ക്രൂശ് ചുമക്കുവാൻ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ആമേ സ്തോത്രം. ജെഫ്രിമനായ സ്തോത്രം. കുഞ്ഞിനെ അനുഗ്രഹിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അനുഗ്രഹിക്കപ്പെട്ടവനായി തീരട്ടെ കർത്താവെ. അപ്പച്ചനായ അമ്മച്ചിക്കായി സ്തുതിക്കുന്ന ഒരു വെസ്റ്റ് ബംഗാളിലായിരിക്കുന്നല്ലോ, അടിയങ്ങളോടൊപ്പം ഇത് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ കർത്താവെ. പ്രത്യേക ദൈവകൃപ കൊടുക്കണമേ. അവർ മക്കളോടൊപ്പം ഒക്കെ ആയിരിക്കുന്ന നാളുകളത് സന്തോഷത്തോടായിരിക്കട്ടെ കർത്താവെ. വിൻസി സിസ്റ്റർ കുടുംബമായി ആമേ സ്തോത്രം സഹായിക്കണമേ. വിജയ സിസ്റ്റർ കുടുംബമായി നീ അനുഗ്രഹിച്ചാട്ട്. ആന്റിയുടെ മാതാവിനെ പിതാവിനെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നെല്ലാവരെ സ്വർഗം മാനിക്കണവരൊക്കെ ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കാവലും പരിപാലനം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ കർത്താവെ സജനി സിസ്റ്റർക്കായി സ്തോത്രം. എൻ്റെ ദാസിക്കുന്ന കർത്താവെ ലോൺ അടയ്ക്കേണ്ടതുണ്ട്, അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ദൈവം ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഓരോ കിടുവും പോലും മുടങ്ങാതെ അടയ്ക്കുവാൻ സഹായിക്കണമേ. വീടിൻ്റെ കർത്താവെ ഇനി ബാക്കി പണിയുണ്ട്, ടൈലിടേണ്ടതുണ്ട് കർത്താവെ. വയറിങ്ങിൻ്റെ പൂർത്തീകരണം നടക്കേണ്ടതുണ്ട്, സാമ്പത്തിക ക്രമീകരണങ്ങളെല്ലാം ഒരുക്കണം. അശ്വന് കർത്താവെ അവൻ വിട്ടുപോയ വിഷയം എഴുതിയെടുക്കുവാനുള്ള മനസ്സും താല്പര്യവും കൊടുക്കണമേ. അശ്വതിക്ക് കർത്താവെ സ്തോത്രം. ഇവിടെ അഡ്മിഷൻ്റെ വിഷയത്തിമേ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവന മാർഗത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ആത്മീക ഭൗമിക മേഖലയിലെല്ലാം ദൈവം അനുഗ്രഹം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബത്തേറെ വിഷയങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. മീറ്റിംഗ് ലീഡിയെന്ന ദേവദാസനായ സ്തോത്രം സഹായിക്കണമേ. പ്രാർത്ഥന ലീഡിയെന്ന സഹോദരിക്കായ സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും. പാട്ടുപാടിയ താരദാസയെ സഹായിച്ചാട്ടെല്ലാം നന്മയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്നതിനാൽ ഹല്ലേലൂയ. കഷ്ടത്തിലാർന്ന ഗുണമായി തീർന്നു എന്ന് പറവാൻ തക്കോണോ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു 2-3 ടോപ്പിക് കൂടെ അർജന്റ്ലി പറയാനുണ്ട്. നമ്മുടെ പ്രെയർ ഗ്രൂപ്പിൽ വന്ന ഒരു പ്രാർത്ഥനാ വിഷയം സന്തോഷം എന്ന് പറഞ്ഞ സഹോദരൻ
താനെ ഒരു ഫ്രാക്ചർ മുഖാന്തരം റെസ്റ്റിൽ കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പ്രവേശിച്ചു. വളരെയധികം കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. ദൈവം വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സമാധാനത്തോട് സന്തോഷത്തോടെ ആയിത്തീരുവാനും പൂർണ്ണ സൗഖ്യത്തോടെ തന്റെ ജോലിയിലായിത്തീരുവാനും സ്വർഗമിടയാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യാലെ ഹല്ലേലൂയ. ലോക സമാധാനത്തിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് കളയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. സ്വർഗീയ സമാധാനം ഹല്ലേലൂയ. ലോകത്തിന്റെ ഹല്ലേലൂയ പ്രശ്ന പ്രതികൂലമായ മണ്ഡലങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് കർത്താവിന്റെ മധ്യസ്ഥത ഹല്ലേലൂയ അവിടെ വ്യാപരിപ്പാൻ തക്കോണം സ്വർഗീയ സമാധാനം ഹല്ലേലൂയ ലോകരാജ്യങ്ങൾ അറിയപ്പെടുവാൻ തക്കോണം ഇടയാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകം നമ്മുടെ നോർത്ത് ഇന്ത്യ ദൈവസേനയിൽ ഏൽപ്പിക്കാം. നോർത്ത് ഇന്ത്യ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഹല്ലേലൂയ ദൈവസേനയിൽ കേരളത്തെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല സ്റ്റേറ്റുകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ വളരെ പ്രതികൂലങ്ങളിൽ പ്രതിബന്ധങ്ങളിലൂടെ ദേവദാസന്മാർ കുടുംബങ്ങൾ ദൈവജനങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ സകലത്തെയും പൂർത്തി വരുത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവനാമ സ്വാതന്ത്ര്യത്തോട് നമ്മുടെ രാജ്യത്ത് പ്രഘോഷിക്കപ്പെടണോ ദൈവസ്നേഹം. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ ഉപദ്രവിക്കുന്നവർ നമ്മോട് ചോദിപ്പാൻ ഇടയായി തീരേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദേവാലയങ്ങൾ തച്ചുടയ്ക്കപ്പെടുമ്പോൾ കർത്താവിന്റെ സമാധാനം അവിടെ വ്യാപരിക്കേണ്ടതിന് യഹോവ ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ ആയിത്തീരുവാൻ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ സകല സ്റ്റേറ്റുകളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് ഈ ജയിലുകളിലൊക്കെയും കഴിയുന്നവർ എത്രയും വേഗം വിടുവിക്കപ്പെടുവാൻ നമ്മൾക്കായ ഒരു കാര്യസ്ഥൻ ഹല്ലേലൂയ ലോകത്തിലുണ്ട് എന്ന് ലോകം തിരിച്ചറിയുവാൻ ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിന് നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരുവാൻ തക്കോണം സ്വർഗം ഇടപെടേണ്ടത് നമുക്ക് ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരാൾക്ക് എത്രയും വേഗം പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധനായ സ്വർഗീയപിതാവേ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത കർത്താവേ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. സന്തോഷം എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച ദൈവമെങ്കിലും ദൈവമേ ഹല്ലേലൂയ വിശ്രമിച്ച് പിന്നെയും ജോലിക്ക് കടന്നു പോയപ്പോൾ വളരെയധികം പ്രയാസത്തോടെ ആയിരിക്കുന്ന കേൾപ്പാണ്ടിയായല്ല കർത്താവേ അത്ഭുതകരമായ സൗഖ്യങ്ങളുടെ ദാസന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ തന്നെ അനുഭവിക്കുന്ന ഏത് പ്രയാസമായാലും എന്റെ കർത്താവേ അവിടുന്ന് പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അപ്പച്ചന്റെ ആണിപ്പാടുള്ള കരം വെച്ച് അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ലോകസമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ലോകരാജ്യങ്ങളോടെല്ലാം കർത്താവിന് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ വലിയൊരു സമാധാനം കർത്താവ് ഐക്യമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യുദ്ധങ്ങളോ കെടുതികളോ ഒന്നും ഉണ്ടാകുവാൻ എന്റെ യേശുപ്പച്ചൻ അനുവദിക്കില്ല. ലോക നേതാക്കളോട് ദൈവത്തിന്റെ കരുണ തോന്നണമേ കർത്താവേ. ദൈവിക സമാധാനം അവരുടെ ഉള്ളിലേക്ക് ദൈവം ഐക്യമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമേ ഹല്ലേലൂയ. ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ ഹാലി ദൈവദാസന്മാർക്ക് ദൈവജനത്തിനെതിരായി പീഡകൾ അഴിച്ചുവിട്ട് കർത്താവേ ഹല്ലേലൂയ അനേകരെ പീഡിപ്പിക്കുന്ന അനുഭവം ഉണ്ട് കർത്താവേ എന്ന് ദൈവം വിടുവിക്കണമേ. സുവിശേഷം എത്തപ്പെടേണ്ട ഇടങ്ങളിലെല്ലാം എത്തപ്പെടുവാൻ തക്കോണം സ്വർഗം ഇടയാക്കണമേ. അതിനെതിരായി നിൽക്കുന്ന എല്ലാ ആമേ പോരുകളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളോട് ദൈവം ഇടപെടണമേ കർത്താവേ. അധികാരസ്ഥന്മാരോട് ദൈവം ഇടപെടണമേ കർത്താവേ. ദൈവമേ ഞങ്ങളുടെ ഹല്ലേലൂയ വേല ചെയ്യുവാൻ തക്കോണം കർത്താവിന്റെ ജനത്തെ സ്വാതന്ത്ര്യത്തോടെ കർത്താവേ ഹല്ലേലൂയ അവിടുന്ന് അമ്മയും കർത്താവേ ദേശത്ത് ഞങ്ങളുടെ രാജ്യത്തായിരിക്കും കൊണ്ട് സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നാമനിമിത്തം കഷ്ടത്തിലൂടെ കർത്താവേ ജയിലറുകളില് ദൈവമേ മറ്റു പ്രയാസങ്ങളോടൊക്കെ ആയിരിക്കുന്ന ജനമുണ്ട് കർത്താവേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സഹായവും കരുതലും അവരുടെ മേലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവപ്രവൃത്തി അയക്കുന്നത്രത്തോളം മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണം യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ വിഷയങ്ങളുടെ മേലെ ഹല്ലേലൂയ പ്രവർത്തിച്ചിരിക്കാൻ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മധ്യസ്ഥ പ്രാർത്ഥന നയിച്ച കർത്താവിന്റെ ദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിസ്റ്റർ ജിജി ബിജുവിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സഹകരിച്ച ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും എന്നുള്ളൊരു സംശയമില്ല. ദൈവത്തിന്റെ പ്രവർത്തനയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥന നിലവിളി വ്യർത്ഥമല്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗ് ജോയിച്ചിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ
ദാസന്മാർക്കും വിശേഷാൽ പ്രാർത്ഥനാധുനിക്ക് അന്തർദേശീയമായി നേതൃത്വം നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പ്രിയ ബ്രൻസനാനി പാസ്റ്ററെ, തന്റെ കുടുംബം, ബിന്ദു സിസ്റ്ററെ, ആമേ, കുഞ്ഞുങ്ങളുടെ കുടുംബം, ആമേ, അതുപോലെ തന്നെ യോജിച്ചിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദാസന്മാർ ദൈവമൊക്കെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേന്. മാത്രമല്ല പ്രാരംഭത്തിൽ ആരാധന നയിച്ച പ്രിയ ദൈവദാസി, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റർ ആമേൻ ദസ്പാ നയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനവും ആമേൻ അറിയിക്കുന്നു, സ്വാഗതവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിലുള്ള ഈ പ്രാർത്ഥന, അന്തർദേശീയമായിട്ടുള്ള ഈ നമ്മുടെ പ്രാർത്ഥനാദിനയുടെ ഈ പ്രാർത്ഥന തണലിൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥന വളരെ പല ഗ്രൂപ്പുകളിലും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. സൂമുകളിലായിട്ട്, ഗൂഗിൾ മീറ്റായിട്ടൊക്കെ ഇങ്ങനെ പല മാധ്യമങ്ങളിലൂടെ അല്ലാതെയുള്ള വാട്സാപ്പുകളിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജന ശക്തമായി നാളുകൾ പ്രാർത്ഥന അധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അധികം പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വന്നിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവപ്രവൃത്തി മുൻകാലങ്ങളെക്കാൾ ശക്തമായി വെളിപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. വലിയ ഉണർവിന്റെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം നാം വന്നെത്തിയിരിക്കുകയാണല്ലോ. നമുക്ക് ആ സംഭവങ്ങളൊക്കെ നമ്മൾ വല്ലാതെ കേരളത്തിലെ ആയാലും കൊള്ളാം, ഇന്ത്യ മൊത്തത്തിലുള്ള ആയാലും കൊള്ളാം, ലോക സംഭവങ്ങളായാലും കൊള്ളാം, ഒക്കെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ഒക്കെ വളരെ നമ്മൾ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. എന്നാൽ ആമേൻ ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല പ്രാർത്ഥന ദുരിക്കായി, അല്ലാതെ തന്നെ പ്രാർത്ഥന ദുരി ഗ്രൂപ്പിൽ തന്നെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. ദൈവം അത്ഭുതം ചെയ്യട്ടെ. മാത്രമല്ല മുൻനിരയിൽ നിന്ന് പോരാടുന്ന കർത്താവിന്റെ ദാസനും കുടുംബം നമുക്കറിയാം. ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനിടയായാലോ പ്രാർത്ഥന വിഷയങ്ങളിൽ ആമേ നമ്മൾ അല്ലാതെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ആമേ അനർത്ഥം വ്യസനകാത്മയത്തിൽ ആ ദൈവം കാത്തു പരിപാലിച്ചു, ദൈവം വിടുവിച്ചു, സൂക്ഷിച്ചു. കർത്താവ് ദാസൻ മുദ്രയിൽ പ്രവർത്തിക്കുമ്പോൾ ആമേൻ ഉണ്ടായ പോരാട്ടത്തിന്റെ മധ്യ ദൈവം പരിപാലിച്ചു. ഇപ്പോൾ ആമേ കർത്താദാസിന് കർത്താവ് കൊടുത്തിരിക്കുന്നു, ബെൽറ്റ് അഴിച്ചിരിക്കുന്നു. ആമേൻ. നീറുണ്ട്. പൂർണ്ണ സൗഖ്യം എത്രയും പെട്ടെന്ന് കൊടുക്കട്ടെ. സിസ്റ്ററെ പൂർണ്ണമായ സൗഖ്യത്തോടെ കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അധികം നടക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ കിടപ്പിന്റെ അവസ്ഥയിൽ എഴുന്നേറ്റിരിക്കാൻ മാത്രമേ ആകുന്ന അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ നടക്കുവാനും കർത്താദാസിനോട് ചേർന്ന് യാത്ര ചെയ്യുവാനും ഒക്കെ ആമേൻ ശുശ്രൂഷ മുന്നേറുവാനൊക്കെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിപ്പോ പ്രാർത്ഥിച്ചല്ലോ, തുറന്നും പ്രാർത്ഥനയും മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല മുൻനിരയിൽ നിന്ന് പോരാടുമ്പോൾ നമുക്ക് അല്പസമയം മാത്രമേ ഉള്ളൂ. ചില വാക്കുകൾ മാത്രം, കാരണം പ്രാർത്ഥനയ്ക്കാണല്ലോ പ്രാധാന്യം. വാസ്തവത്തിൽ പ്രാർത്ഥനയാണ് പ്രാധാന്യം. പ്രാർത്ഥനയും ആരാധനയും വലിയ കാര്യമാണ്. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പ്രസംഗത്തെക്കാൾ ഇതെല്ലാം പ്രാധാന്യമുള്ള കാര്യമാണ്. അതിൻ്റെതായ നിലയിൽ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും നിശ്ചയമായും പ്രാർത്ഥന എല്ലാവർക്കും മുൻപിൽ നിൽക്കുന്നു നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന പോരാടാൻ ഇടയാകുന്നുണ്ട്. അല്പം ചില വാക്കുകൾ പ്രചരണത്തിന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാൻ വന്ന കാര്യം, അതിന് മുമ്പ് തന്നെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മുൻനിരയിൽ പോരാടുന്ന നമുക്കെല്ലാം മനസ്സിലാക്കുന്നത് പോലെ, നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ഇപ്പോഴും ഒരു എന്താ പറയുന്ന ഉദ്യമത്തിന്റെ, അല്ലെങ്കിൽ ഒരു ഈ പ്രാർത്ഥന ആന്തോളൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥനാ ഉദ്യമത്തിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവരോട് ശക്തമായ ശത്രു പലരും പോരാടും. എല്ലാവരോടും പോരാട്ടമുണ്ട്. വിശ്വാസികളായി മുമ്പോട്ട് നിന്ന് ശുശ്രൂഷയിൽ മുന്നേറുന്ന വിശ്വാസത്തോടെ ദൈവദാസന്മാർക്കും ഒക്കെ പോരാട്ടമുണ്ട്. നമ്മൾ ആ പോരാട്ട മണ്ഡലത്തിലാണല്ലോ ആയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധമുണ്ട്, യുദ്ധക്കളത്തിലാണല്ലോ ആയിരിക്കുന്നത്. പക്ഷേ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുക, അത് സഭാ ശുശ്രൂഷയ്ക്ക് സഭാ നേതൃത്വം നിൽക്കുന്ന ഒരു സഭയ്ക്കകത്ത് ആ ദൈവദാസനോട് വലിയ പോരാട്ടം, മീൻസ് സഭയ്ക്കകത്ത് ഉദ്ദേശിക്കുന്നത് ഏത് നിലയിലും പുറത്തു നിലകൊള്ള എല്ലാത്തിലും അങ്ങനെ ഒരു പോരാട്ടമുണ്ടല്ലോ. കാരണം അന്ധകാര ശക്തിയാണ് അദൃശ്യ മണ്ഡലത്തിൽ പോരാടുന്ന അന്ധകാര ശക്തിയാണ്. കാരണം മുമ്പിൽ നിൽക്കുന്നവരെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും ഇത് ചെയ്യാം. നമുക്കറിയാം യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ദേവദാസന്മാർക്കൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാ, മനസ്സിലാക്കുന്നവരാ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് വരുന്ന പോരാട്ടം നമ്മൾ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കടമ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഇത്ര നാൾ പ്രാർത്ഥിച്ചു. ഇനിയും ദേവദാസനും കുടുംബത്തിനെ ഓർത്ത് ശക്തമായിട്ട് ദൈവമക്കൾ എല്ലാവരും വളരെ ശക്തമായിട്ട് നമ്മൾ പ്രിയ പാസ്റ്റർക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആവശ്യക്കാരെ ചെറിയ കാര്യമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, നമ്മളിതെല്ലാം മനസ്സിലാക്കി പ്രാർത്ഥന ഗ്രൂപ്പിൽ തന്നെ ഓരോ വിഷയങ്ങളെ ഏറ്റെടുക്കുകയും തനിക്ക് സഭയുടെ ശുശ്രൂഷയുണ്ട്, അല്ലാതെ എനിക്ക് തോന്നുന്ന അവിടുത്തെ എന്തുവാ പറഞ്ഞ സ്റ്റേറ്റിന്റെ തലത്തിലുള്ള ഫെലോഷിപ്പിന്റെ തന്നെ ചില ചുമതലകളൊക്കെ ഉണ്ട്. ഇങ്ങനെ അല്ലാതെ പല ചുമതലകൾ തനിക്കുണ്ട്. ആ നിലയിൽ തന്നെ അപ്പോൾ ഈ പ്രാർത്ഥന ഗ്രൂപ്പ് ധ്വനി എന്ന നിർദ്ദേശ പ്രാർത്ഥനാ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നു, പല വിഷയങ്ങൾ എടുക്കുന്നു, അത് അറിയിക്കുന്നു. പിന്നെ അങ്ങനെ ഉള്ള ഒത്തിരി പല കാര്യങ്ങൾക്ക് എല്ലാവരും അറിയിക്കണം, വിളിക്കണം, ഒത്തിരി പേഴ്സൺ ഞാൻ അറിയത്തില്ല. അത് ഭയങ്കര ആ നിലയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവദാസനെ ദൈവം സമാധാനത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന്റെ വേല ചെയ്യണം. സന്തോഷമായി ടെൻഷൻ പിടിക്കാതെ വളരെ കാര്യം. കാരണം നമുക്കറിയാം, നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നമുക്ക് ടെൻഷൻ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് നമുക്കറിയാം. സ്തോത്രം. അങ്ങനെ ആ സ്ഥാനത്ത് ദൈവം ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും
ധൈര്യവും സന്തോഷവും സൗഖ്യവും സമാധാനത്തിന് ദാസനെ നൽകട്ടെ. നമ്മുടെ സൗഖ്യത്തോടെ കർത്തൃവേലി മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും ഈ പ്രഭാത പ്രാർത്ഥനയിലൊക്കെ എല്ലാ ദിവസവും കയറണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ മറ്റൊരു മീറ്റിംഗിൽ എനിക്ക് മറ്റു പല സൂമുകളിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഭാഗമാക്കാതിരിക്കുന്നത് കൊണ്ട് അതിലും കയറേണ്ട ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥനയുണ്ട്, റെസ്റ്റോറേഷൻ പ്രയർ എന്ന് പറയും. അതിൽ ഒഴിവാക്കാനാവാത്തതാണ് ഞാൻ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ചില കാര്യം ചെയ്യുന്ന അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഉള്ള എക്സെപ്റ്റ് ഓഫ് സൺഡേ ഒഴിച്ചു ബാക്കിയുള്ള ദിവസങ്ങളിൽ സൺഡേയിലും പ്രഭാതത്തിൽ വേറൊരു പ്രാർത്ഥനയുണ്ട്, മറ്റൊരു കാര്യം നിങ്ങൾ അതിനകത്ത്. പക്ഷേ അതുകൊണ്ട് ശനിയാഴ്ച രാവിലെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് മീൻസ് എന്നാൽ അങ്ങനെ സമയം കിട്ടുമ്പോൾ അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച വർഷമൊക്കെ കുഴപ്പമില്ല. വിളിച്ചു സ്തോത്രം. അങ്ങനെ ഒരു അവസരം ലഭിക്കാനിടയായി. നമുക്ക് ദൈവത്തിന് സ്തോത്രം. മുമ്പും ഇങ്ങനെ പ്രവാസം സംബന്ധിപ്പാൻ തക്കവണ്ണം എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം വീട്ടിലാണോ ഒന്ന് സംബന്ധിക്കാൻ ഇവിടെയാക്കി. എങ്കിലും പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ, ദൈവം വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ. ഇന്നും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം എപ്പഫ്രാസിനെ പറ്റി നമ്മൾ വായിക്കുന്നത്. ആമേൻ സ്തോത്രം. കൊലോസ്യ ലേഖനം 4 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണല്ലോ കൊലോസ്യ ലേഖനം 4 അധ്യായത്തിന്റെ. അവിടെ നാം ആമേൻ അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് ആമേൻ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെ ഈ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അപ്പൊ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വളരെ പോരാടുന്നതിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എപ്പഫ്രാസ് who is one of you, a servant of Christ, salutes you, always laboring fervently for you in prayers. Amen. So that you may stand perfect and complete in all the will of God. ദൈവത്തെ സംബന്ധിച്ച് ഇവർ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കുവാൻ തികഞ്ഞവർ, അവർ പെർഫെക്റ്റ് ആയിരിക്കണം, മച്ചുവർ ആയിരിക്കണം, സ്പിരിച്വലി മച്ചുവർ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, പക്വതയുള്ളവരായിരിക്കണം. അപ്പോൾ തന്നെ ദൈവഹിതത്തെ സംബന്ധിച്ചൊക്കെ ഈ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് എപ്പോഴും ആയിരിക്കണം. ഹല്ലേലൂയ. അതിലേക്ക് വിസ്തൃതമായി കിടക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അത് പഠിക്കുകയും ധ്യാനിക്കുകയും അതിൽ കേൾക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥന പോരാടുന്നു. ഒരു പോരാട്ടമാണല്ലോ, ഒരു ഫൈറ്റ്. നമുക്കറിയാമല്ലോ കൊലോസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ തന്നെ അവിടെ പല ഇദ്ദേഹമാണ് ഈ കൊലോസ്യ സഭ, എപ്പഫ്രാസ് ആണ് കൊലോസ്യ സഭയുടെ സ്ഥാപകൻ എന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. ആമേൻ. പൗലോസിന്റെ റോമിലെ കാരാഗ്രഹവാസത്തിൽ തന്റെ അടുത്ത് ഈ എപ്പഫ്രാസ് ചെന്നതായിട്ടൊക്കെ ചില കാര്യങ്ങൾ, സഭയിലെ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുവാനിടയായി തീർന്നു എന്ന് മനസ്സിലാക്കി. ചില സമയങ്ങൾ അവിടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ആയിരുന്നപ്പോൾ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തന്റെ സഭ, താൻ അവിടുത്തെ ഒരു അംഗമായിരുന്നു. ഒനോസിമോസിനെ പോലെ തന്നെ ഫിലമോൻ, ഒനോസിമോസ് ഒക്കെ കൊലോസ്യ സഭയിൽ അംഗങ്ങളായിരുന്നല്ലോ. അപ്പോൾ തന്നെ അതുപോലെ ഈ എപ്പഫ്രാസ് അവിടുത്തെ അംഗമാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ശുശ്രൂഷകനും താനായിരുന്നു. ആ സഭ സ്ഥാപിച്ചു താനായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ലബോദിക്കിയ, ഹീരപ്പൂരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മറ്റ് 2 സ്ഥലങ്ങളെ പറ്റി ഇവിടെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഇതിനോട് ചേർന്ന പട്ടണങ്ങളാണെന്നും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സഭകളും ഇദ്ദേഹം തന്നെ സ്ഥാപിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കുമ്പോൾ പൗലോസ് എഫെസോസിൽ 3 വർഷം, തന്റെ 3-ാം മിഷണറി യാത്രയിൽ 3 വർഷം താമസിച്ചപ്പോൾ ആ സമയത്താണ് ഈ സഭ പൗലോസിനല്ല സ്ഥാപിതമായെങ്കിലും ഈ പൗലോസ് ഈ എപ്പഫ്രാസ് ഈ സഭ സ്ഥാപിച്ചതെന്നും നാം മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏതുവായാലും നമ്മൾ അതിലേക്ക് ഉൾക്കൊള്ളേണ്ടിയിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഈ പല കാര്യങ്ങളും ക്രിസ്തുവിന്റെ ആളത്വം, ക്രിസ്തുവിന്റെ വേല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് നമുക്കറിയാം ഈ കൊലോസ് ലേഖനത്തിൽ ഒത്തിരി ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ടൊക്കെ ഒത്തിരി വാക്കുകളൊക്കെ അതിനകത്ത് സാധാരണ മനസ്സിലാക്കാൻ പറ്റാത്ത, മീൻസ് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ്, ക്രിസ്തുവിന്റെ നൽകുന്ന വീണ്ടെടുപ്പ്, രക്ഷ, തന്റെ ആളത്വം, തന്റെ വേല, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യം പറഞ്ഞു വന്നിട്ട് പല കാര്യങ്ങളും ഉപദേശപരമായ പല കാര്യം പറയുന്നുണ്ട്. ഈ സഭയ്ക്കകത്ത് ഒത്തിരി ദുരുപദേശം ഒഴിഞ്ഞു കയറി താൻ നല്ല നിലയിൽ പടുത്തുയർത്തിയതാ, കെട്ടിപ്പടുത്തുയർത്തിയ സഭയ്ക്കകത്ത് ശത്രു കള വിധിക്കുന്നു പറയുന്നത് എന്താ. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ വന്ന് ഈ ജനത്തെ ഉപദ്രവിക്കുന്നതിനകത്തും ചിലരെ ശത്രു കാര്യങ്ങൾ എടുത്തു, അല്ല പുറത്തുനിന്നും ഒക്കെ ഇന്നും ദുരുപദേശക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ദുരുപദേശം പഠിപ്പിക്കുക. അപ്പൊ ഇവിടെയുള്ള ചില ജ്ഞാനവാദക്കാര് തങ്ങളെക്കാൾ അവർക്ക് വലിയ ഭയങ്കര ജ്ഞാനമുണ്ടെന്നും ഒക്കെ ജ്ഞാനവും ദർശനവും ഒക്കെ അവർക്ക് എല്ലാവരെക്കാൾ ശ്രേഷ്ഠമായി ഉണ്ടെന്നുള്ള അവകാശപ്പെടുന്ന കുറെ കൂട്ടര്. മാത്രമല്ല മറ്റു രണ്ടാമത്തെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യഹൂദപരമായ പഠിപ്പിക്കലുകൾ, അമാവാസി, സമ്പത്ത്, പരിച്ഛേദന, പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ചില ദുരുപദേശങ്ങൾ അതൊക്കെ വീണ്ടും വേണം, അങ്ങനെയൊക്കെയുള്ള അത് നമുക്ക് തുറന്നു പോകണം, ഇങ്ങനെയൊക്കെ വിട്ടു വന്നാലും ആ പാരമ്പര്യം തുറന്നു പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കൂട്ടര്. അതുപോലെ തന്നെ എന്താ ദൂതാരാധന, മറ്റ് ദൂതന്മാരെ, അങ്ങനെ ബ്രഹ്മചര്യം, ഈ സ്വയവർജനം നടത്തിയിട്ട് ബ്രഹ്മചര്യത്തിന് ഊന്നൽ കൊടുക്കുന്ന അങ്ങനെ ഒരു
തെറ്റായ ദുരുപദേശം. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനേക്കാൾ ദൂതനെ ആരാധിക്കുന്നത്, അതൊക്കെ ഇതിനകത്ത് പറയുന്നു. നമ്മൾ ലേഖനം വായിച്ചു വരുമ്പോൾ പല ഭാഗങ്ങളായിട്ട് പറയുന്നു. ഇങ്ങനെയൊക്കെ വല്ലാത്ത ശത്രു കളവരിച്ച് ശത്രു നശിപ്പിക്കുവാൻ കെട്ടിപ്പടുത്തുവർ ദൈവദാസന്മാർ എന്ത് ബുദ്ധിമുട്ടിയാ. നമുക്കറിയാം സഭകളൊക്കെ അല്ലേ, ഒരു സഭ സ്ഥാപിക്കണം ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ സ്ഥാപിക്കുക മാത്രമല്ല, സഭയെ വളർത്തണമെങ്കിൽ ശിക്ഷത്വം നടത്തി ജനത്തെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഉയർത്തിക്കൊണ്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട ദൈവജനവും ദൈവദാസന്മാരോട് ചേർന്നിരിക്കുന്ന ദൈവജനമുണ്ട്. ഞാൻ ഒരു ഭാഗം ഇത് മാത്രം പറയുകയല്ല. അങ്ങനെ അത് എന്നോട് ചേരുമ്പോഴല്ലേ ഒന്നിച്ചേരുമ്പോഴാണല്ലോ അതിന്റെ ഇത് നന്നായി പടുത്തുയർത്താൻ കഴിയുന്നത്. അങ്ങനെ ശക്തമായി നിൽക്കുന്ന ദൈവജനവും ദൈവദാസന്മാർ ചേർന്ന് പടുത്തുയർത്ത് കൊണ്ടുവരുമ്പോൾ ഇതിനെ തകർത്ത് കളയാൻ നോക്കുന്ന അന്ധകാര പൈശാചിക പ്രവർത്തി നമ്മൾ പലയിടത്തും കാണുന്നു. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മറ്റേ ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒക്കെ ഇതെല്ലാം കാണുന്ന സഭകൾക്കകത്ത്. കാരണം ശത്രു നിഷ്ഠമല്ല സഭ വളർന്നു വരുന്നത്, ദൈവസഭ വളർന്നു വരുന്നത്, കർത്താവിനെ നിൽക്കുന്നത്. കാരണം നിത്യജീവൻ അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അത് തന്നെ ആണല്ലോ, ആയിരിക്കണം. ആ പ്രൈസ്തലം ഈ ലോകത്തിലൊന്നും അല്ലല്ലോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തെല്ലാം കിട്ടിയാലെന്തോ. പക്ഷെ അപ്പൊ ആ ലക്ഷ്യത്തിൽ എത്തരുത്. അതിനുവേണ്ടി എങ്ങനെ തകർത്ത് കളയാമോ അതിനുവേണ്ടി അലർന്ന സംഭവം പോലെ ആര് പിരിങ്ങേണ്ടും തിരിഞ്ഞു ചുറ്റു നടക്കുന്നു. നമ്മള് അലർന്ന സമൂഹം എന്ന പോലെ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ പിശാച് നുഴഞ്ഞു കയറി അല്ലെങ്കിൽ ഇവരെ അതിക്രമിച്ച് തകർത്തുകളെ നോക്കുന്ന സ്ഥാനത്ത് സ്തോത്രം എന്നാൽ ആ സ്ഥാനം ദൈവസഭ നിലനിൽക്കുവാൻ തക്കവണ്ണം ശക്തമായിട്ട് പോരാടുന്ന ആ സഭയ്ക്ക് നോക്കണം. കുറച്ചു കാലം മാറി നിൽക്കുന്നെങ്കിലും താന്റെ ആ പ്രാർത്ഥന പോരാടും ലേബർ ചെയ്യുന്ന ഈ പ്രസവവേദനപ്പെടുന്ന അതിന് അവിടെ ആ വാക്യം പെട്ടെന്ന് വായിച്ച കാരണം സമയം തീർന്നിരിക്കുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ തികഞ്ഞവരും ദൈവഗത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി. അപ്പം പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരുവനായ നിങ്ങളുടെ ശോഷകനായിരിക്കുന്ന നിങ്ങളുടെ സഭ സ്ഥാപിച്ച അല്ലെങ്കിൽ ആ മനുഷ്യൻ വളരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലഘുദിക്കക്കാർക്കും ഈരപ്പുലിക്കാർക്കും വേണ്ടി വളരെ പ്രയാസം. ഈ സഭകൾ അദ്ദേഹം സ്ഥാപിച്ചവൻ എന്നോട് ചേർന്ന സഭകൾ തന്നെയാ, ആ സ്ഥലങ്ങൾ തന്നെയാ. വളരെ പ്രയാസപ്പെടുന്നു, വളരെ വേദനിക്കുന്നതാ. നമ്മൾ അപ്പം പെട്ടെന്ന് ചിന്ത വരുന്നത് ഒത്തിരി ബന്ധപ്പെടുത്ത ഒത്തിരി വേദവാക്യം ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞിടത്തട്ടെ. ഗലാത്യർ 4-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, എന്താ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരാ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ കുറിച്ച് പ്രസവവേദനപ്പെടുക. അവിടെയും ദുരുപദേശങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നത് ഗലാത്യലേഖനമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തിയാലാണ് രക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള റോമാലയം ഗലാത്യലേഖനം അതാണല്ലോ പറയുന്നത്. എന്താ അപ്പോൾ അല്ല, രക്ഷ വിശ്വാസത്തിലാണ്, നീതീകരണമാണ് അവിടുത്തെ വിഷയം. പക്ഷേ പ്രവർത്തികളാണെന്നുള്ള നിലയിൽ യഹൂദിയ പഠിപ്പിക്കൽ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ആ നിലയിൽ അവരെ കൊണ്ട് ചുരുക്കി പറഞ്ഞ കെട്ടിപ്പടുത്തുവരുന്ന ദൈവസഭയെ തകർത്തളെ കുഞ്ഞുങ്ങളെ തകർത്ത് ആത്മീയമായി ഉണർന്ന് ഒരു തലമുറ ഉണ്ടാകരുത്. നമ്മൾ സത്യം പ്രാർത്ഥിക്കുന്ന ആസുകൾ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു തലമുറ ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീഴുന്ന ഇസ്ലാമത്തുമാരെ എന്നെ ചൊല്ലി കരയേണ്ട. കർത്താവ് കൃഷി ആവശ്യം പോകുമ്പോൾ വരുന്ന സ്ത്രീകളോട് കർത്താവ് പറയുന്നില്ലേ, നിങ്ങൾ നിങ്ങളെയും മക്കളെയും ചുരുക്കാരും. അതിന് മറ്റൊരു അർത്ഥമുണ്ട്. ചരിത്രപരമായ അന്ന് വരാനിരിക്കുന്ന വലിയ ഭയങ്കര തകർച്ച ജെറുസലേമിൽ ഉണ്ടാകുമ്പോൾ രക്തപ്പഴി ഉരുകുന്നു. ആ സമയത്ത് തീത്തോസിന്റെ കാലത്ത് വന്ന് ആക്രമിച്ച് അവിടെ വലിയ ആ തലമുറ നശിച്ചു പോകുന്നു. അങ്ങനെ അതിനെ ഓർത്ത് കരുവിയൊരു അർത്ഥം ഉണ്ടെങ്കിലും എന്താ നമുക്കവിടെ മനസ്സിലാക്കേണ്ട കാര്യം, തലമുറ ഓർത്ത് കർത്താവ് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ച നമ്മുടെ ഒരു തലമുറ ഉണ്ടാണ്. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിനായി ജീവിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന തലമുറ ഉണ്ടാണ്. ഇവിടെയും തന്നെ സഭയെ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുക, പ്രാർത്ഥന പോരാടുക. പ്രാർത്ഥനയിൽ ഒരു ചെറുത്തുനിൽപ്പും ഒരു പോരാട്ടവുമാണ്. ചെറുത്ത് നിൽക്കണം, നമ്മളെ സംരക്ഷിക്കണം. അപ്പോൾ തന്നെ അവയിലെ എന്താ പറയുന്നത് പടച്ചട്ടയും പരിചയമൊക്കെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ആക്രമണം മാത്രമല്ല, യുദ്ധം ചെയ്യുക ആള് മാത്രമല്ല. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഒരു ശക്തമായ പ്രാർത്ഥനയാണ്. അവയെ പോരാടി എതിർത്ത് നിൽപ്പീൻ. അവിടെയും പത്രോസിലും പറയുന്നുള്ളൂ, അവനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പോൾ യാക്കോബിലും പറയുന്നുള്ളൂ, എതിർത്ത് നിൽപ്പോൾ നിങ്ങൾക്ക് ഓടിപ്പോകും. പോരാടി യുദ്ധം ചെയ്യുക. യുദ്ധക്കളത്തില്ല വിജയം നമ്മുടേതാണ്. പിടിച്ചടക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ നമുക്ക് യുദ്ധങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന അങ്ങനെയുണ്ടല്ലോ. പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആര് പിടിച്ചുകൊണ്ട് പോയോ അവരെ മോചിപ്പിക്കാൻ, ആ സാധനങ്ങളെ മോചിപ്പിക്കുവാൻ, അങ്ങനെ പിശാച് കഴിച്ച നന്മകളെ, അവകാശങ്ങളെ, നമ്മുടെ തലമുറ നന്മകളൊക്കെ ദൈവങ്ങൾ ഒരിക്കലും ഒത്തിരി കാര്യം ചിന്തിച്ച പ്രാർത്ഥനയോടെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അനേക കാര്യങ്ങളുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പ്രസവവേദനപ്പെടുകയാണ്. വല്ലാത്ത വേദനയല്ലേ പ്രസവവേദന പറയേണ്ട കാര്യമില്ലോ. അത്രത്തോളം ഒരു ജന്മം ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറ അല്ലെ. മക്കൾ ജനിപ്പാറാക്കി പ്രസവിപ്പാൻ ശക്തിയില്ലെന്ന് ഏഷ്യാവിൽ വായിക്കും. എന്താ പറയുന്നത്, ഇസ്കിയാവിന്റെ സമയത്ത് ആ കാര്യം യുദ്ധത്തിൽ ഉള്ള കാര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാമല്ലോ. ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പോൾ അതുകൊണ്ട് തലമുറ ജനിക്കാനിരിക്കുന്നു എന്നാൽ ശക്തിയില്ല. എന്നാൽ ഒരു നല്ല
ജനം ഉണ്ടാകണം. ആത്മീയ തലമുറ എഴുന്നേൽക്കണം. ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവദാസന്മാർ, ദൈവമക്കളെ, നിശ്ചയമായി വലിയ ദൈവപ്രവർത്തനം ഉണ്ടാകും. പ്രാർത്ഥന ശക്തമായി പോരാടാം. വേടാം. പ്രാർത്ഥിക്കുന്നവരെ തളർന്നു പോകരുത്. പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വ്യർത്ഥമല്ല, പ്രയത്നം വ്യർത്ഥമല്ല എന്ന് ഒരു 15 അവസാനം വായിക്കുന്നവർ പ്രാർത്ഥനയും വ്യർത്ഥമല്ല കേട്ടോ. കർത്താവ് നമ്മളെ സഹായം. അധികം പ്രാർത്ഥനയെ മുന്നേറാം. പ്രയാസങ്ങളൊക്കെ പല പരിമിതികൾ നമുക്ക് ഉണ്ടാകാം. വീട്ടിൽ പല സാഹചര്യങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടും. അതിന്റെ മധ്യത്തിലും ശബ്ദനാദിയാനകസിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥന മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവസാനമായി പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം ഈ പ്രാർത്ഥന നിർത്തുവാൻ, നമ്മെ സഹായിപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ആമേൻ. ഇപ്പോൾ പ്രാർത്ഥന അവസാനിപ്പിക്കുവാനായിട്ട് പ്രിയ ആമേൻ സ്തോത്രം മിസ് ബ്രദർ സി ഡാനിയൽ കർത്താവിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥന. സ്തോത്രം നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രഭാത കർത്താവേ, ദൈവമേ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് വിവിധ സ്ഥാനങ്ങളായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, ഇങ്ങനെ ഒരു കർത്താവെ കൂട്ടായ്മ അവിടെ നൽകി തന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കൊടുവരുവിനെ കർത്താവേ, അവിടുത്തെ തോളും അനുഗ്രഹിച്ച് അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥനാ ധ്വനിയുടെ കർത്താവേ, പ്രവർത്തനങ്ങളെയും കർത്താവേ എന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും കർത്താവേ, അതിന്റെ മുൻപിൽ എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും അവിടെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്തതായ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ മോനെ കുടുംബമായി കർത്താവേ, ദൈവമേ, അവിടുന്ന് കർത്താവെ കരങ്ങൾ ഉപയോഗിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് പാട്ട് പാടി സന്തോഷിച്ച കർത്താവെ ദൈവദാസയും കുടുംബമായി അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന വിവിധ വിഷയങ്ങള് പ്രാർത്ഥന ലീഡ് ചെയ്തതായ ദൈവദാസയും കർത്താവെ കുടുംബമായി അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവെ. ദൈവമേ, നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയത്തിനും അവിടുന്ന് കർത്താവെ മഞ്ഞും മടിയയക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവദാസന്മാർക്കും കർത്താവിന്റെ വേലയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന കർത്താവേ, ദൈവമേ, ശത്രുവിന്റെ എല്ലാ പോരാട്ടത്തിൽ നിന്നും കർത്താവെ വിടുതൽ പ്രായിപ്പായിടിയാക്കണമേ. ശത്രുവിന്റെ തന്ത്രങ്ങളെ കണ്ടുണരുവാൻ ദൈവമേ അവിടുന്ന് ഇടിയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശത്രുവിന്റെ തലയെ തകർത്താരുമനാഥൻ അടിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പിന്നെ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവെ പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ കർത്താവെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ അടികൾക്ക് ഓരോരുത്തർക്കും ഇടിയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന യാതന എല്ലാവരും കേട്ടിരിക്കായി സ്തോത്രം. സകല യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടും കൃപയോടും കേൾക്കുമാറാണമേ. ആമീൻ. സർവഭക്തിയെയും കവിയുന്ന ദൈവസമാധാനം അടിയങ്ങളോട് പ്രാർത്ഥിച്ചുള്ള കാര്യമേലും കർത്താവെ പ്രസ്ഥാനത്തോടും കൂടെ ഇന്ന് എന്നേക്കൊടുത്തവരെ വരെ ഇരിക്കുമാറാട്ടെ. ആമേൻ. എല്ലാ പ്രാർത്ഥന സഹാരികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രാർത്ഥന വീണ്ടും നമുക്ക് മുന്നേറാം. സ്തോത്രം.